ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സെമിസ്റ്റർ MBA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന പേപ്പറിലെ യൂണിറ്റ് 8 ആണ്. സോ യൂണിറ്റ് 8 എന്ന് പറയുന്നത് സെലക്ഷനാണ്. സെലക്ഷൻ എന്ന യൂണിറ്റിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് സെലക്ഷൻ മോഡൽസ് എന്തൊക്കെയാണ്, സെലക്ഷൻ പ്രോസസ്സ് ആൻഡ് മെത്തേഡ്സ്, ആൻഡ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെലക്ഷൻ ടെസ്റ്റുകൾ, ആൻഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ ഔട്ട്കംസ് ആൻഡ് എറേഴ്സ് ഇൻ ഇൻ്റർവ്യൂ. ഇത്രയും കാര്യങ്ങളാണ് സെലക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. സെലക്ഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് selection of right person for the right job is an important task of HR manager. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ ഒരാളെ ജോലിക്ക് വെക്കുന്നത് HR മാനേജറാണ്, അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ അവരുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് റൈറ്റായിട്ടുള്ള ആളുകളെ റൈറ്റായിട്ടുള്ള ജോബിലേക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് ട്വിനായിട്ടുള്ള പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ ഓഫ് ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഈ എൻവയോൺമെൻറ്റിൽ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ റിട്ടെയിൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണ്, ഇപ്പോൾ ഒരു 6 മന്ത് ആകുമ്പോഴത്തേനും നമുക്കൊരു ഹയർ പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് മാറും. സോ സെലക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും HR മാനേജേഴ്സിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡെഫിനിഷനാണ്. സോ സെലക്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേർണൽ ആയിട്ടുള്ള സെലക്ഷൻസ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ നടക്കുന്നുണ്ട്. സോ നമുക്കൊരു ലാർജ് നമ്പർ ഓഫ് അപ്ലിക്കൻസ് ഉണ്ടായിരിക്കും. സോ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്ത ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് സെലക്ട് ചെയ്യുന്നത്. സോ ഇൻറ്റേർണലി എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ ദ ഓർഗനൈസേഷൻ തന്നെ റിക്രൂട്ട്മെൻറ്റ് നമ്മൾ നടത്തുന്നുണ്ട്. എക്സ്റ്റേർണൽ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനാണ്. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച പോലെ ഇൻറ്റേർണലി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ ഉള്ള എംപ്ലോയീസിൽ നിന്ന് തന്നെ പ്രൊമോഷൻസ് കൊടുക്കാം, ട്രാൻസ്ഫേഴ്സ് കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. എക്സ്റ്റേർണൽ എന്ന് പറയുമ്പോൾ ഒരു പുതിയൊരാളെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെലക്ഷൻ എന്ന് പറയുന്നത് ഇൻവോൾവ്സ് 3 ഡിസ്റ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ മ്യൂച്വലി എക്സ്ക്ലൂസീവ് സ്റ്റേജസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ആദ്യം പറഞ്ഞു, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ഈ മൂന്നും ആക്ച്വലി ഒരു സെയിം ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്താണ് പറഞ്ഞത്, അപ്ലിക്കേഷന് ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സോ സെലക്ഷൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അപ്ലിക്കൻസിനെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അവരെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കുകയാണ്. സോ സെലക്ഷൻ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഓഫറിങ് ജോബ് ടു 1 or more അപ്ലിക്കൻറ്റ്. നമുക്കൊരു 100 അപ്ലിക്കൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ നമുക്ക് 100 അപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ 3 വേക്കൻസീസ് ആണ് ഉള്ളതെങ്കിൽ ആ 3 വേക്കൻസിയിലോട്ട് നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിന്, അല്ലെങ്കിൽ ആ ഒരു നമുക്ക് വേണ്ട ആളുകളുടെ എണ്ണം മാത്രം സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ചും കൂടിയും അറ്റൻഷൻസും പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടത് സെലക്ഷനിലാണ്. കാരണം ബെസ്റ്റ് ഫിറ്റാണ് നമ്മുടെ ജോബ് റിക്വയർമെൻറ്റിനനുസരിച്ച് റൈറ്റ് ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സെലക്ഷൻ പ്രോസസ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള സെലക്ഷൻ മോഡൽസ് ആണുള്ളത്. സോ ബേസിക് സെലക്ഷൻ മോഡൽ എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് മോസ്റ്റ് എസെൻഷ്യൽ സ്റ്റെപ്സ് ആണ് ഫ്രം ജോബ് ഡിസ്ക്രിപ്ഷൻ. നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ മുതലാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ടു ദ ഫൈനൽ ആക്സെപ്റ്റൻസ്. നമ്മളെ സെലക്ഷൻ ടെക്നിക്സ് വരെയാണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ ടു ഫൈനൽ ആക്സെപ്റ്റൻസ് ആണ് വരുന്നത്. ഇതിൽ ബ്ലം ആൻഡ് നയോളിൻ്റെ ഡയഗ്രാമിക് ആയിട്ടുള്ള മോഡലാണ് ഇവിടെ റെപ്രസെൻറ്റേഷൻ സെലക്ഷൻ ഫിഗർ 8.1 കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് വരുന്നത് എന്താണ്, ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഇതിൽ ആദ്യം ചെയ്യുന്നത് പ്രിഡാക്ടേഴ്സ്, വാരിയബിൾസ് ഉണ്ട്, ഐഡൻറ്റിഫിക്കേഷൻ ആണ്. ആൻഡ് മൂന്നാമത്തെ വരുന്നത് എന്താണ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ക്രൈറ്റീരിയ ആൻഡ് വേരിയബിൾസ് ആണ്. സോ നാലാമത് വരുന്നത് പെർഫോമൻസ് മെഷർമെൻറ്റ്സ് ഓഫ് പ്രിഡാക്ടേഴ്സ് ആണ്. അഞ്ചാമത് വരുന്നത് മെഷർമെൻറ്റ്സ് ഓഫ് ക്രൈറ്റീരിയാസ് ആണ്. ആൻഡ് ഇതിൻ്റെ 5ൻ്റെയും 4ൻ്റെയും കണക്ഷൻസ് വരുന്നത് 6ലാണ്, കോറിലേഷൻസ് ആണ്. പ്രിഡാക്ടറും ക്രൈറ്റീരിയയും തമ്മിലുള്ള കോറിലേഷൻസ് ആണ്. എഗെയിൻ അതിനെ 7ഉം 8ഉം 9ഉം 10 ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. 7 എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് റിലേഷൻസ് ആണ് വരുന്നത്. ആൻഡ് ഇവിടെ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻസ് വരുന്നത്
വരുന്നത് പ്രൊഡക്റ്റും ക്രൈറ്റീരിയൻ വാരിയബിൾസ് തമ്മിലുള്ള റിവ്യൂസ് ആണ് വരുന്നത്. ആൻഡ് 9th എന്ന് പറയുന്നത് ട്രൈ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റേഴ്സും ക്രൈറ്റീരിയൻ വാരിയബിൾസും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാണ്. ആൻഡ് 8th പീരിയോഡിക് ആയിട്ടുള്ള റിവ്യൂസ് നമ്മൾ എടുക്കുന്നതാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സെലക്ഷൻ മോഡൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. സോ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്സെപ്റ്റ് ആണ്. നമ്മൾ സെലക്ഷൻ പ്രോസസ്സിൽ ജോബ് ഡിസ്ക്രിപ്ഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ത്രൂ ഔട്ട് ദ ജോബ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ വഴിയാണ്. സോ ഇതിലും ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്, നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യണം, നമുക്ക് ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടായിരിക്കണം, ക്വസ്റ്റ്യൻ അയേഴ്സ്, ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, ഇതിൽ നിന്നൊക്കെയാണ് നമുക്കൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു HR മാനേജർ എന്ന പോസ്റ്റിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് കിട്ടണം. ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷമാണ് ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മളൊരു സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് ഫങ്ഷണൽ ആയിട്ടുള്ള ജോബിൻ്റെ പ്രോസസ്സുകൾ, കണ്ടൻറ്റ് ഓഫ് ഡിസ്ക്രിപ്ഷൻസ് പ്രിപ്പയർ ചെയ്യണം. ഫൈനൽ സ്റ്റെപ്പിലാണ് നമ്മൾ ജോബ് സ്പെസിഫിക്കേഷൻസും എബിലിറ്റീസും എന്തൊക്കെ സ്കില്ലാണ്, എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്ന് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷന് വേണ്ട അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്പ് ടു ഇൻഡിക്കേറ്റ് വെരി ക്ലിയർലി ദ നേച്ചർ ആൻഡ് കണ്ടൻറ്റ് ഓഫ് ദ ജോബ്. നമുക്കൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്ത് ടൈപ്പ് ജോലിയാണ്, നമുക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ റിവാർഡ് ആൻഡ് പണിഷബിൾ, ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന പണിഷ്മെൻറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ നന്നായി വർക്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിവാർഡ്സ് എന്താണെന്ന് ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ വേജ് ആൻഡ് സാലറി ഇൻഫോർമേഷൻസ്, അഡ്മിനിസ്ട്രേഷൻസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് നീഡ്സ് ഓഫ് എംപ്ലോയീസും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റർ വാരിയബിൾസ് ആണ്. നമ്മൾ ബേസിക് മോഡലിൻ്റെ കാര്യം പറഞ്ഞു, അതിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. പ്രിഡിക്റ്റർ വാരിയബിൾസ് റെഫർ ചെയ്യുന്നത് നമ്മുടെ സെലക്ഷൻ ടൂളാണ്, അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്സ് ആണ്, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സക്സസ്ഫുൾ പെർഫോമൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കോമ്പണൻസ് ഓഫ് സ്റ്റീനിയോഗ്രാഫർ ജോബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പിംഗ് ജോബ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ടൈപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു ജോലിക്ക് വേണ്ട സ്കിൽസ് എന്തൊക്കെയായിരിക്കും? ടൈപ്പിംഗ് സ്പീഡ് വേണം, ഫില്ലിങ്സ് വേണം. സോ നമുക്കൊരു ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ്, ഫില്ലിങ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്കില്ല് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അതിലെ പ്രൊഫിഷ്യൻസി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു നല്ല ജോബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രിഡിക്റ്റേഴ്സിൻ്റെ കാര്യമാണ് ആദ്യം നമ്മൾ പറയുന്നത്. പിന്നെ ക്രൈറ്റീരിയൻ വാരിയബിൾസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ക്രൈറ്റീരിയൻ വാരിയബിൾസ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ പെർഫോമൻസിനെ, ക്രൈറ്റീരിയാസ്, ഒരു ജോബ് സക്സസ് ആവാൻ വരുന്ന ഇവാലുവേഷൻ ക്രൈറ്റീരിയാസിനെ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്ററിനെയും ക്രൈറ്റീരിയൻ വാരിയബിൾസിനെയും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, ഏതൊക്കെ കേസസിലാണ്, ഏതൊക്കെ കമ്പനീസിലാണ് അങ്ങനെയുള്ള മെഷർമെൻറ്റ്സ് നടത്തുന്നത്, ജോബ് പെർഫോമൻസ് നടത്തുന്നത് എന്നാണ് ക്രൈറ്റീരിയൻ വാരിയബിൾസ് ഐഡൻറ്റിഫിക്കേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് കോറിലേഷൻ ബിറ്റ്വീൻ പ്രൊഡക്റ്റേഴ്സ് ആൻഡ് ക്രൈറ്റീരിയ ആണ്. കോറിലേഷൻ മീൻസ് റിലേഷൻ ബിറ്റ്വീൻ ആണ്. സോ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊഡക്റ്റേഴ്സ് ആൻഡ് ക്രൈറ്റീരിയൻ സ്കോർ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക്കൽ മെത്തേഡാണ്. നമുക്ക് കോറിലേഷൻ യൂസ് ചെയ്യുന്നത് പ്രൊഡക്റ്റർ സ്കോർ എന്ന് പറയുന്നത് റിയലി പെർഫോമൻസ്, നമ്മുടെ ജോബ് പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി. ഒരു ജോബ് വർത്ത്നെസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റേഴ്സ് ആൻഡ് ക്രൈറ്റീരിയ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. പിന്നെ വരുന്നത് ഡിസിഷൻ ടു ആക്സെപ്റ്റ് റിജക്റ്റ് എ പ്രൊഡക്റ്റ് ആണ്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിഗ്രി ഓഫ് റിലേഷൻ നമുക്ക് പ്രൊഡക്റ്റേഴ്സ് ആൻഡ് ക്രൈറ്റീരിയൻസ് ഉണ്ട്. നമ്മുടെ ഡിസിഷൻസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യേണ്ടി വരും. ഇഫ് കോറിലേഷൻ, നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലോ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രൊഡക്റ്റർ കനോട്ട് ബി ഡിസ്ക്രിമിനേറ്റഡ് ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ആൻഡ് നോൺ പൊട്ടൻഷ്യൽ സക്സസ്ഫുൾ ജോബ് പെർഫോമൻസ് ആണ്. ഇഫ് ദ പെർഫോമൻസ് അല്ലെങ്കിൽ റിലേഷൻ എന്ന് പറയുന്നത് ഹൈ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈ സ്കോറാണ്. പ്രൊഡക്റ്റേഴ്സിന് കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ, ബെറ്ററായിട്ട് ജോലിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെലക്ഷൻ പ്രോസസ് മെത്തേഡ്സ് ആണ്. സോ ഫിഗർ 8.2 ഫ്രെയിം വർക്ക് ഫോർ പ്രൊക്യൂർമെൻ്റ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു സെലക്ഷനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സ്റ്റേറ്റിഫൈ ചെയ്യേണ്ട 3 പ്രിലിമിനറി ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട്. സോ അതെന്തൊക്കെയാണെന്നാണ് ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെയാണ് ദർ മസ്റ്റ് ബി എ അതോറിറ്റി ടു സെലക്ട്. നമുക്കൊരു അതോറിറ്റിയുടെ അണ്ടറിലാണ് നമ്മൾ സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. സോ എംപ്ലോയ്മെൻറ്റ് റിക്വസിഷൻസ് എല്ലാം നടക്കുന്ന ഒരു അതോറിറ്റി, മേ ബി ആ ഒരു കമ്മിറ്റിയുടെ അണ്ടറിൽ 7 മെമ്പേഴ്സോ 8 മെമ്പേഴ്സോ 3 മെമ്പേഴ്സോ ഉണ്ടായിരിക്കും. സോ അവരാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അതോറിറ്റിയാണ് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വി മസ്റ്റ് ഹാവ് സ്റ്റാൻഡേർഡ് പേഴ്സോണൽസ് വിച്ച് വി ക്യാൻ കമ്പയർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. നമുക്ക് കമ്പാരിസൺ ആണ് പിന്നെ നടക്കുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വി മസ്റ്റ് ഹാവ് എ ജോബ് അപ്ലിക്കൻസ് ഫ്രം ഹൂം വി ക്യാൻ സെലക്ട് എ പേഴ്സൺ ടു ബി ഹിയർഡ്. നമുക്കൊരു ചോയ്സുകളുണ്ട് അവിടെ. നമുക്ക് ജോബ് അപ്ലിക്കൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏതാളെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് നമുക്കൊരു ചോയ്സസ് വരുന്നുണ്ട്. അങ്ങനെ 3 സ്റ്റേജസ് ആണ് അവിടെ വരുന്നത്. പിന്നെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോഗ്രാമിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ അപ്ലിക്കൻസ് ആണ് വരുന്നതെന്ന് നോക്കാം. ആദ്യത്തെയാണ് ഒരു സെലക്ഷൻ മെത്തേഡാണ് അപ്ലിക്കേഷൻ ബ്ലാങ്ക്, ചെക്ക് ഓഫ് റെഫറൻസ്, സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂസ് ഉണ്ടായിരിക്കും, ഫിസിക്കൽ എക്സാമിനേഷൻ, ഇൻറ്റൻഷൻ ഓർ പ്ലേസ്മെൻ്റ് ആണ്. അങ്ങനെ 6 സ്റ്റേജസ് അല്ലെങ്കിൽ 6 സ്റ്റെപ്പുകളാണ് നമുക്കുള്ളത്. അതിൽ ഫസ്റ്റാണ് അപ്ലിക്കേഷൻ ബ്ലാങ്ക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ബയോഗ്രാഫിക്കൽ ഡാറ്റ കളക്ഷനാണ്. നമ്മുടെ ഏജ് അല്ലെങ്കിൽ നമ്മളുടെ അങ്ങനെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നതിന്, റിട്ടേൺ ഫോമിൽ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്ലിക്കേഷൻ ബ്ലാങ്ക് എന്ന് പറയുന്നത്. അപ്ലിക്കേഷൻ ബ്ലാങ്ക് ആണ് നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അപ്ലിക്കേഷൻ ബ്ലാങ്ക് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, സ്റ്റാൻഡേർഡൈസ്ഡ് മെത്തേഡിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. സോ അത് നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ബയോഗ്രഫിക്കൽ ഡാറ്റാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏജ്, സെക്സ്, മാരിറ്റൽ സ്റ്റാറ്റസ്, നമ്പർ ഓഫ് ഡിപ്പെൻഡൻസ് ഇതെല്ലാം ഉണ്ടായിരിക്കും. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഇതൊക്കെ ആയിരിക്കും അപ്ലിക്കേഷൻ ബ്ലാങ്കിൽ ഉണ്ടായിരിക്കാം. ചെക്ക് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് റെഫറൻസ്, നമ്മളുടെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻസ്, ബൈ ചാൻസ് നമ്മൾ ആരെങ്കിലും റെക്കമെൻഡേഷൻ വഴിയാണ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യമാണ് ചെക്ക് ഓഫ് റെഫറൻസിൽ വരുന്നത്. പിന്നെ സെലക്ഷൻ ടെസ്റ്റുകളാണ്. സെലക്ഷൻ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് പല ടൈപ്പ് ഓഫ് ടെസ്റ്റുകളുണ്ട്. പേഴ്സണൽ സെലക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എബിലിറ്റീസ്, സ്കില്ല് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടെസ്റ്റുകളുണ്ട് കേട്ടോ. ഇപ്പോൾ പോലീസിനുള്ള ടെസ്റ്റ് ആയിരിക്കില്ല ഒരു പ്രൈവറ്റ് ഫേമിൽ ഉണ്ടായിരിക്കുക. സോ അങ്ങനെ നമ്മുടെ ജോബിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടാണ് സെലക്ഷൻ ടെസ്റ്റുകൾ വരുന്നത്. പിന്നെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റുകളുണ്ട്. ഇൻ്റലക്ച്വൽ ടെസ്റ്റ് നമ്മൾക്ക് IQ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് മെൻ്റൽ ഏജ് ഡിവൈഡ് ബൈ ആക്ച്വൽ ഏജ് ഇൻറ്റു 100 എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ സെലക്ഷൻ ടെസ്റ്റിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റസ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ആൻഡ് അൺബേസ്ഡ് ടൂളാണ്. അതാണ് അതിൻ്റെ ആദ്യത്തെ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൂപ്പ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സേവ് ചെയ്യാൻ, ടൈമും കോസ്റ്റും സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു ക്വാണ്ടിഫൈഡ് ആയിട്ടുള്ള കാര്യമാണ്, അത് സയൻറ്റിഫിക്കലി ആൻഡ് സ്റ്റാറ്റിക്കൽ അനലൈസ് വഴിയാണ് നടത്തുന്നത്. പിന്നെ ലേബർ ടേൺ ഓവേഴ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു 100% പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ കാൻഡിഡേറ്റിന് ആൻസൈറ്റീസും പല കാര്യങ്ങളും ഓരോ ടെസ്റ്റിൽ ഉണ്ടാവാം. പിന്നെ ഇഫ് ദ നമ്പർ ഓഫ് അപ്ലിക്കൻസ് വളരെ കുറവാണെങ്കിൽ സെലക്ഷൻ ടെസ്റ്റ് നമുക്ക് എക്കണോമിക്കലി അത്ര ആപ്ലിക്കബിൾ അല്ല. സോ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്.